ഹലോ ഗൈസ്, നമസ്കാരം. അശ്മാണ്. വളരെ ദുഃഖത്തോടെയും വളരെ സങ്കടത്തോടെ, നെഞ്ചുപൊട്ടുന്ന സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത് ഗൈസ്. എന്തെന്ന് എല്ലാവർക്കും അറിയാം, ഇന്നലെ സംഭവിച്ചതാണ്. വയനാട് മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉരുൾപൊട്ടി 186 മരണമാണ് ഇപ്പോൾ നമ്മൾ ന്യൂസിൽ ഞാനിപ്പോൾ കണ്ടുകൊണ്ട് വരുന്ന സമയമാണ്. 186 മരണമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. 186 പേരുടെ മരണമാണ് നമ്മളിപ്പോൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരുന്നത്. 186 എന്നുള്ള മരണസംഖ്യ ഇനിയും കൂടാമെന്നാണ് പറയുന്നത്. കാരണം കുറേ ആളുകളെ ലഭിക്കാനുണ്ട്. ഇനിയും ഒത്തിരി പേര് മണ്ണിനടിയിലാണ്, ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്. വല്ലാത്തൊരവസ്ഥ. വീടും എല്ലാം നഷ്ടപ്പെട്ട് വീട് നിൽക്കുന്നവിടത്ത് നിലം പരിശായി കിടക്കുന്ന ഒരവസ്ഥയാണ്. അതായത് അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, അവരുടെ അമ്മമാരുടെ കരച്ചിലുകൾ, ഉറ്റവരെ കാണാനില്ലാതുള്ള ഒരവസ്ഥ. കൂടെ ഉണ്ടായിരുന്ന രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പല സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങിയവരായിരുന്നു അവർ. എണീറ്റ് ഉറക്കമുണർന്നപ്പോൾ സ്വന്തം കിടപ്പാടം പോലും ഇല്ല, ജീവൻ വരെ നഷ്ടപ്പെട്ടവർ ഒത്തിരി പേര്. ഒറ്റനവധി സന്നദ്ധ സംഘടനകൾ അവിടെ സഹായം എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളുടെയൊക്കെ ഒരു അവകാശമാണ്, നമ്മളുടെ ഒരു അടിയന്തരമായിട്ടുള്ള ആവശ്യമാണ് അവർക്ക് സഹായം എത്തിക്കുക എന്നുള്ളത്. അതിൽ നമ്മൾ കഴിയുന്നത് മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കണം. എന്തെന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥയിലാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എല്ലാം നല്ല സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അതല്ല, അവർക്ക് വീടില്ല, ഒന്നുമില്ല. ദുരിതാശ്വാസ ക്യാമ്പുകൾ, സ്കൂളുകളിലും മദ്രസകളിലുമാണ് അവരിപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കിടപ്പാടം, അത് കഴിഞ്ഞാൽ അവർ എവിടേക്ക് എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഓരോരുത്തർ വരുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥയാണ് കാണുമ്പോൾ എന്നുള്ളത്. അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ലഭിക്കുന്നത് കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്നൊക്കെ, നിലമ്പൂർ കാടുകളിൽ നിന്നൊക്കെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടുന്നതും മൃതദേഹങ്ങളും കയ്യും കാലും തലയും മറ്റു രീതിയിലാണ് നമുക്ക് അവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു ദുഃഖമാർന്ന സങ്കടത്തിലാണ് കേരളം നെഞ്ചു പിടയ്ക്കുന്ന. കേരളം കണ്ടതിൽ പറ്റി ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അല്ലാഹു തആല എല്ലാവരും കാത്തുരക്ഷിക്കുമാറട്ടെ. ഇങ്ങനത്തെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറട്ടെ. ദൈവം നമ്മളെ കാത്തുരക്ഷിക്കുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യാൻ കാരണം, നമ്മൾ സന്നദ്ധ സംഘടനകൾ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഒരാൾ കൊണ്ട് ഇത് എത്തിക്കാൻ പറ്റുന്നതല്ല, ഒന്നിൽ കൂടി വരുന്നതാണല്ലോ. ഒരു തുള്ളി പല വെള്ളം എന്ന് പറഞ്ഞതുപോലെ തന്നെ അതുപോലെ സംഘടനകൾ എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന് വാട്സപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ കസിൻ്റെ ഒരു റിഫൈ ഗോൾഡ് നമ്മുടെ പത്തിരിപ്പാല ഭാഗത്തുള്ളവർ അവർ ഇങ്ങനെ വന്നിട്ടുണ്ട്. സഹായങ്ങൾ എത്തിച്ചു കൊടുത്താൽ അവരവിടെ എത്തിക്കും എന്നുള്ളത്. ക്യാഷ് ആയിട്ടോ ഒന്നും അല്ല, അവർക്ക് വേണ്ട സാധനങ്ങളാണ്. ഉപയോഗിക്കാൻ പറ്റുന്ന തുണികൾ, ബക്കറ്റ്, അതുപോലെ പാഡ്സ്, അങ്ങനത്തെ അവശ്യ സാധനങ്ങൾ അവരവിടെ സ്വരൂപിച്ച് അവിടെ എത്തിച്ചു കൊടുക്കാവുന്ന സംഘടന അവരങ്ങനെ വന്നിട്ടുണ്ട്. അതിനൊരു ഹാറ്റ്സ് ഓഫ്. അതുപോലെ അതിന് നമ്മളെ കഴിയുന്ന നമ്മുടെ നാട്ടുകാരിത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് എന്തെങ്കിലും ഒന്ന് സംഭാവന ചെയ്ത് കൊടുക്കുക. അതവരോട് എത്തിയിട്ട് അത് വലിയൊരു ആശ്വാസമായിരിക്കും അവർക്ക്. വളരെ സങ്കടമാണ്. എല്ലാവരും വാർത്ത കാണുന്നുണ്ടാവും. നമ്മുടെ സഹോദരങ്ങൾ ഇനിയും അവർക്ക് വേണ്ടി തെരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ പ്രതികൂലമായിട്ടും നിൽക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമല്ലാത്ത രീതിയിലാണ്, പ്രതികൂലമായിട്ടാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭയങ്കര ദുഃഖത്തിലും സങ്കടത്തിൽ തന്നെയാണ്. ഞാൻ വീണ്ടും പറയാണ്. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ ലഭിക്കണം. അങ്ങോട്ട് ഇപ്പോൾ ഇന്നത്തെ ന്യൂസിൽ കണ്ടായിരുന്നു, കേരളത്തിന് മുന്നറിയിപ്പ് ഒരാഴ്ച മുമ്പ് നൽകിയിരുന്നു. മണൽ ഉൾപ്പെടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുന്നെങ്കിൽ ഇതൊക്കെ കുറ്റപ്പെടുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് ശേഷം ചെയ്യാം. നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ അടിയന്തരമായിട്ട് അവർക്കൊരു സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇനിയും ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് ആശ്വാസമാവാൻ എന്ത് പറയും എന്നറിയില്ല. അത് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊപ്പം, വയനാടിനൊപ്പം എന്നുള്ള ഒരു ക്യാപ്ഷനോട് കൂടി തുടങ്ങിയ ഒരു വീഡിയോ, ഈ ക്യാപ്ഷനോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സഹായിക്കണം. സന്നദ്ധ സംഘടന നമ്മൾക്ക് ഒറ്റയ്ക്ക് എന്തായാലും സഹായിക്കാൻ കഴിയില്ല. അതിൻ്റെ സന്നദ്ധ സംഘടനകൾ, റിഫൈ ഗോൾഡ് പോലത്തെ അങ്ങനെ അനവധി സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുമായി സഹകരിച്ച് നമ്മളാൽ കഴിയുന്നത്, ഒരു ബെഡ്ഷീറ്റ് ആണെങ്കിൽ ഒരു ബെഡ്ഷീറ്റ്, ഒരു ബക്കറ്റ് എങ്കിൽ ഒരു ബക്കറ്റ്, ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാൽ അതെങ്കിലും ചെയ്യുക. അത് വലിയ ഒരു ഉപകാരമായിരിക്കും അവർക്ക്. എന്തായാലും 2028 മുതൽക്ക് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, 2018 മുതൽക്കാണ്, 28 വന്നു പോയതാണ് ഗൈസ്. 2018 മുതൽക്ക് നമ്മുടെ കേരളത്തിൽ എല്ലാ വർഷവും ഈ സമയങ്ങൾ ഓരോ ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 2008 മുതൽ സംഭവിച്ചത് മുതൽക്കുള്ള ഇന്ന് വരേക്കുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്ന് വയനാട് മുണ്ടക്കൈയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ സന്നദ്ധ സംഘടനകൾക്ക് വേണ്ടി സഹകരിക്കുക. എല്ലാവരും അങ്ങോട്ട് പോയി ബുദ്ധിമുട്ടിപ്പിക്കണം എന്നുള്ളത്, ഇങ്ങനെ ഓരോരുത്തരായി പോകുന്നത് അവരവിടെ പറയുന്നുണ്ട് ന്യൂസിൽ. കുറേ ആളുകൾ അങ്ങോട്ട് ഇരച്ച് കയറി ചെന്ന് വണ്ടി നിർത്തിയിട്ട് ആംബുലൻസിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ ആക്കി തീർക്കേണ്ട. എന്തായാലും മരണപ്പെട്ടവർക്കും കുടുംബ അവർക്കൊക്കെ നല്ലൊരു ആശ്വാസമാവട്ടെ. അവർക്ക് എന്തായാലും നമ്മൾ ഈ പറയുന്നതൊന്നും ഒരു ആശ്വാസമല്ല.
എന്തെന്ന് വെച്ചാൽ അവർക്ക് നാളെ ക്യാമ്പ് കഴിഞ്ഞാൽ എവിടെ പോകുമെന്നൊരു അമ്മ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ത് ചെയ്യും, ആരുമില്ല. ഉണ്ടായിരുന്ന വീട് സമ്പാദ്യം വെച്ച് ഉണ്ടാക്കിയ വീടാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനൊരു തക്കമായ നടപടി കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. പുനരധിവാസം തീർച്ചയായിട്ടും നടക്കണം. ഇനിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാറി നിൽക്കാനുള്ള സംവിധാനം, അതായത് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ച് കേരളത്തിന് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാവണം കേരളത്തിന് എന്ന് ഇതോടൊപ്പം ഞാൻ സൂചിപ്പിക്കുന്നു. ഇതൊരു ബ്ലോഗായിട്ടല്ല, ഇത് സംഘടന ചെയ്യാൻ താല്പര്യമുള്ളവർ കൂടി ചെയ്യട്ടെ എന്ന രീതിക്ക് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും എല്ലാ ഭാഗത്തു നിന്നുള്ള സഹകരണവും വയനാടിനൊപ്പം ഉണ്ടാവട്ടെ എന്ന അഭ്യർത്ഥനയോടുകൂടി പ്രാർത്ഥനയോടും കൂടി അശ്വിൻ ബ്ലോഗിന്റെ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ബൈ.